ഇതിൻ്റെ എല്ലാത്തിൻ്റെയും തുടക്കം ഞാനും എൻ്റെ ഗേൾഫ്രണ്ടും ചേർന്ന് ഒരു കായലിൻ്റെ തീരത്തുള്ള അവളുടെ അച്ഛൻ്റെ ക്യാബിനിൽ ഒരുമിച്ച് ആരും അറിയാതെ ഒരു രാത്രി ചെലവഴിക്കാൻ തീരുമാനിക്കുമ്പോഴാണ്. ഞങ്ങളുടെ പ്ലാൻ സിമ്പിളായിരുന്നു. വീക്കെൻഡ് ആഘോഷിക്കാനായി മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും വീട്ടിലേക്ക് പോവുകയാണെന്ന് എൻ്റെ വീട്ടിൽ കള്ളം പറഞ്ഞതിന് ശേഷം വെള്ളിയാഴ്ച രാവിലെ ഞാൻ വീട്ടിൽ നിന്നിറങ്ങും. എന്നിട്ട് അന്ന് വൈകുന്നേരത്തിന് മുന്നേ ഞാൻ അവളുടെ അച്ഛൻ്റെ ക്യാബിനിലെത്തും. എന്നിട്ട് അന്ന് രാത്രി മുതൽ ശനിയാഴ്ച വൈകുന്നേരം വരെ ഞങ്ങളവിടെ തനിച്ച് ആരുടെയും ശല്യമില്ലാതെ സമയം ചെലവഴിക്കാം. ഞങ്ങൾക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അവൾ അവളുടെ അമ്മയുടെ അടുത്ത് അവളുടെ അച്ഛനൊപ്പമാണെന്നും അച്ഛനോട് നേരെ തിരിച്ച് അമ്മയുടെ ഒപ്പമാണെന്നും പറയും. എന്നാൽ ഈ ഒരു ഐഡിയയിൽ എനിക്കത്ര വിശ്വാസമില്ലായിരുന്നു. പക്ഷെ അവർ രണ്ടുപേരും ഡിവോഴ്സ് ആയതുകൊണ്ട് രണ്ടുപേരും പരസ്പരം മിണ്ടാറില്ല. അതുകൊണ്ട് തന്നെ അവളെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് തിരക്കില്ല എന്ന് അവളെനിക്ക് ഉറപ്പ് തന്നു. പിന്നെ അവളും അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ മാറി മാറിയാണ് താമസിക്കുന്നത്. അതുപോലെ തന്നെ അങ്ങോട്ടേക്ക് പോകുന്ന വഴി ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ കയറുമെന്ന് എൻ്റെ വീട്ടിലും മുത്തശ്ശൻ്റെ വീട്ടിലും പറഞ്ഞിരുന്നു. പിന്നെ ഞാൻ എന്താ മുത്തശ്ശൻ്റെ വീട്ടിൽ ചെല്ലാത്തതെന്ന് ചോദ്യം വന്നാൽ അവൻ്റെ വീട്ടിൽ കിടന്നുറങ്ങിപ്പോയെന്നും പറയും. ഈ ഒരു കാര്യം ഞാൻ എൻ്റെ കൂട്ടുകാരനെ വിളിച്ച് സെറ്റാക്കിയിരുന്നു. അവനും എന്നെ ഈ കാര്യത്തിൽ സഹായിക്കുന്നതിൽ ഒരു പ്രശ്നം തന്നെ ഇല്ലായിരുന്നു. പക്ഷെ ഒന്നാലോചിച്ചപ്പോൾ ഈ ഒരു പ്ലാൻ മണ്ടത്തരമായി എന്ന് തോന്നി. എനിക്കെൻ്റെ വീട്ടിൽ ആരും തന്നെ വീക്കെൻഡ് കൂട്ടുകാരൻ്റെ വീട്ടിൽ ചെലവഴിക്കാൻ പോവുകയാണെന്ന് അങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ അന്നേരം ആ ഒരു ഐഡിയ എൻ്റെ തലയിൽ വന്നതുമില്ല. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടുകാരോട് ഗുഡ് ബൈ പറഞ്ഞ് എൻ്റെ അച്ഛൻ്റെ പഴയ ട്രക്ക് എടുത്ത് യാത്ര തുടങ്ങി. ഇനി എന്നെക്കുറിച്ച് ഞാനൊരു കാര്യം പറയാം. ഞാനിത് നേരത്തെ തന്നെ പറയണമായിരുന്നോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ ഇത് പറയേണ്ട സമയമാണ്. ഞാൻ കുറച്ച് പരിഭ്രാന്തിയുള്ള ആളാണ്. അതായത് എനിക്ക് എപ്പോഴും പേടിയാണ്. എന്തെങ്കിലും കുഴപ്പം സംഭവിക്കുമോ അല്ലെങ്കിൽ എന്തെങ്കിലും നടക്കാൻ പാടില്ലാത്തത് നടക്കുമോ എന്ന് നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കും. ദൈവമോ ഈ പ്രപഞ്ചമോ എനിക്ക് ദുർനിമിത്തങ്ങൾ കാണിച്ചു തരികയാണ്, അല്ലെങ്കിൽ മുന്നിൽ കാണുന്ന പല കാര്യങ്ങളും വരാൻ പോകുന്ന അപകടത്തെ സൂചിപ്പിക്കുന്ന അടയാളങ്ങളാണ് എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. ഇതിനെല്ലാത്തിനും ഉപരി ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യം കൂടി ആലോചിക്കുമ്പോൾ അത് വല്ലാണ്ട് അലട്ടി. എനിക്കറിയാം ഞാൻ ഈ ചെയ്യാൻ പോകുന്നത് അത്ര വലിയ തെറ്റൊന്നും അല്ല എന്ന്. പക്ഷേ ഈ ഒരു അവസരത്തിൽ അതിൽ നിന്നും പിന്തിരിഞ്ഞു പോകാൻ വേണ്ടി എനിക്കാരോ പലതവണയായി അവസരങ്ങൾ തരുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വഴിതെറ്റിപ്പോകുന്നു. എൻ്റെ വണ്ടിയിലെ GPS കേടാവുന്നു. ഓരോ ഇടവഴികളും എനിക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോകാനുള്ള ക്ഷണം പോലെ തോന്നി. പക്ഷേ എല്ലാം ഞങ്ങളുടെ പ്ലാൻ പോലെ നടന്നു. ഞങ്ങൾ രണ്ടുപേരും അവളുടെ അച്ഛൻ്റെ ക്യാബിനിൽ വെച്ച് കണ്ടുമുട്ടി. ഒരു ടീനേജ് കപ്പിൾ തനിച്ച് ക്യാബിനിൽ തങ്ങിയാൽ നടക്കാൻ സാധ്യതയുള്ള എല്ലാം നടന്നു. അത് എന്തൊക്കെയായിരിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഒരു 12 മണിയായപ്പോൾ ഞാൻ എവിടെയാണെന്ന് തിരക്കിക്കൊണ്ട് എനിക്കൊരു കോൾ വന്നു. ഞാനത് സ്മൂത്തായിട്ട് ഡീലാക്കി വിട്ടു. രാത്രി ഒരു 2 മണിയൊക്കെ ആയപ്പോഴാണ് അവളുടെ ഫോൺ എടുത്ത് നോക്കുന്നത്. നോക്കിയപ്പോൾ അതിൽ അവളുടെ അച്ഛൻ്റെ ഒരു മെസ്സേജ്. അത് കണ്ട് ഞങ്ങൾ രണ്ടുപേരും ഭയന്നു. അവളുടെ അച്ഛനും ഒപ്പം അവളുടെ രണ്ടാനമ്മയും പുലർച്ചെ ഒരു 6-7 മണിയാകുമ്പോൾ ക്യാബിനിലേക്ക് പോകുന്നുണ്ട്. പോകുന്ന വഴി അവളുടെ അമ്മയുടെ വീട്ടിൽ കയറി അവളെയും പിക്ക് ചെയ്യാം എന്നായിരുന്നു ആ മെസ്സേജ്. ഇത് ഞങ്ങളെ ഉടൻ തന്നെ പരിഭ്രാന്തരാക്കി. ഞങ്ങൾ ആ ക്യാബിൻ ആരും അവിടെ വന്നിട്ടില്ല എന്ന രീതിയിൽ ക്ലീൻ ആക്കണമായിരുന്നു. എന്നിട്ട് 2 പേർക്കും 2 വഴിയെ പിരിയണം. അവളുടെ അമ്മയുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോയി ഒന്നെങ്കിൽ ഉള്ളിലേക്ക് ഒളിച്ചു കയറും, അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റിലെ പാർക്കിംഗ് ഏരിയയിൽ അവളുടെ അച്ഛൻ വരുന്നവരെ കിടക്കും. ഞങ്ങളെല്ലാം പഴയതുപോലെ ആക്കിയതിന് ശേഷം പരസ്പരം യാത്ര പറഞ്ഞ് ഇരുട്ടിലേക്ക് ഇറങ്ങി. ഞാനൊരു നീണ്ടു കിടക്കുന്ന പഴയ ഹൈവേയിലേക്ക് കയറി. രാത്രി 3 മണിയൊക്കെ വീട്ടിൽ ചെന്ന് കയറുന്നത് അവർ കണ്ടുപിടിക്കുമോ എന്നോർത്ത് ഞാൻ പരിഭ്രമിച്ചു. പക്ഷേ ഈ ഒരു കാര്യം എൻ്റെ മനസ്സിൽ നിന്നും തള്ളി നീക്കാൻ ഞാൻ ശ്രമിച്ചു. ഞാൻ എൻ്റെ മുന്നിലുള്ള റോഡിലും അതുപോലെ തന്നെ ഫോണിലെ GPS കാണിക്കുന്ന വഴിയിലും ശ്രദ്ധ കൊടുത്തു. ഞാൻ ചെയ്യേണ്ടത് ഇത്രമാത്രമായിരുന്നു: ഹൈവേയിൽ നിന്നും എക്സിറ്റ് എടുക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടുള്ള വഴി എനിക്ക് അറിയാമായിരുന്നു. ഞാനിപ്പം ഉള്ളിടത്തു നിന്നും ഏകദേശം 15 മിനിറ്റ് വണ്ടി ഓടിച്ചാൽ എനിക്ക് തിരിഞ്ഞു പോകേണ്ട എക്സിറ്റ് എത്തും. ഞാൻ ഓരോ മിനിറ്റും ഓരോ മൈലും എണ്ണാൻ തുടങ്ങി. പക്ഷേ ഇങ്ങനൊരു എക്സിറ്റ് എനിക്കെങ്ങും കാണാൻ സാധിച്ചില്ല. ഹൈവേയുടെ ഇരുവശങ്ങളിലായി നീണ്ടുകിടക്കുന്ന സേഫ്റ്റി റെയിലും ഒപ്പം ചുറ്റും ഭയമുളവാക്കുന്ന കാടും മാത്രം. ഞാൻ എക്സിറ്റ് കടന്ന് മുന്നോട്ട് വന്നിട്ടുണ്ടാവാൻ സാധ്യതയില്ല. എനിക്ക് പഴയ ഹൈവേ അത്ര പരിചയമില്ലായിരുന്നു. ഞാൻ പോകുന്ന ഈ വഴിയിൽ ഈ ഹൈവേയിൽ നിന്നും ഒരു എക്സിറ്റ് ഉണ്ടെന്ന് എനിക്ക് ഉറപ്പായി. ഞാൻ എക്സിറ്റ് കടന്ന് മുന്നിലേക്ക് വന്നോ അതോ ശരിയായിട്ടുള്ള വഴിയിലൂടെ തന്നെയാണോ പോകുന്നത് എന്ന് നോക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ഫോൺ എടുത്തു. പക്ഷേ എൻ്റെ ഫോൺ പൂർണ്ണമായും സ്വിച്ച് ഓഫ് ആയിരുന്നു.
സ്ക്രീനിൽ ചാർജ് ചെയ്യണമെന്നാണ് കാണിക്കുന്നത്. പക്ഷേ എത്രയൊക്കെ ചാർജ് കുത്തി നോക്കിയിട്ടും ഫോണിലേക്ക് ചാർജ് കയറുന്നില്ല. ഞാൻ ശരിക്കും പെട്ടു. ഞാനിപ്പോൾ എവിടെയാണെന്ന് പോലും എനിക്ക് ഒരു ഐഡിയയുമില്ല. മാത്രമല്ല എൻ്റെ മുന്നിൽ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു ഹൈവേ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഒരു സൈൻ ബോർഡോ ഒരു ബിൽഡിങ്ങോ എന്തിനു പറയണം, ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്ന ഒരു കാർ പോലും കാണാനില്ല. ഒന്നും തന്നെ ഇല്ല. ഒരേപോലെ കിടക്കുന്ന, ഒരിക്കലും തീരില്ല എന്ന് തോന്നിപ്പിക്കുന്ന നീളത്തിലുള്ള റോഡ്. അതെ, റോഡ് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയല്ലേ. പക്ഷേ ഞാൻ വന്ന വഴിയെല്ലാം ഒരേപോലെ തന്നെ തോന്നിച്ചു. ഞാൻ ആ റോഡിലൂടെ മണിക്കൂറുകളായി വണ്ടി ഓടിക്കുന്നത് പോലെ. ഇപ്പോൾ സമയം എത്രയായെന്ന് പോലും നോക്കാൻ എനിക്ക് യാതൊരു മാർഗവുമില്ല. എൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ഞാൻ അതേ ഹൈവേയും അതേ ഇരുണ്ട് കിടക്കുന്ന ആകാശവുമാണ് കാണുന്നത്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. എൻ്റെ വയറ്റിൽ അസ്വസ്ഥത അനുഭവപ്പെടാൻ തുടങ്ങി. ഒപ്പം പുലർച്ചെ വരെ ഞാൻ ഈ ഹൈവേയിൽ വഴിയറിയാതെ അലയേണ്ടി വരുമോ എന്ന ഭയവും. എൻ്റെ വണ്ടിയിലെ പെട്രോൾ തീർന്നു പോകുമോ, അല്ലെങ്കിൽ എൻ്റെ ട്രക്ക് എവിടെയെങ്കിലും വെച്ച് ബ്രേക്ക് ഡൗൺ ആയാലോ, അതുമല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും മൃഗത്തെ ഇടിച്ചാലോ എന്നൊക്കെയുള്ള ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് വരാൻ തുടങ്ങി. ഇതിലേതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. അപ്പോഴാണ് ഞാനങ്ങ് ദൂരെ പ്രതീക്ഷയുടെ ഒരു വെളിച്ചം കണ്ടത്. അത് ഹൈവേയുടെ വശങ്ങളിലുള്ള സ്ട്രീറ്റ് ലൈറ്റ് ആയിരുന്നു. അത് കണ്ടപ്പോൾ എനിക്കൊരു ആശ്വാസം തോന്നി. ഇതേതാ സ്ഥലമെന്ന് അറിയാനുള്ള സൈൻ ബോർഡെങ്കിലും അവിടെ ഉണ്ടാകുമെന്ന് ഞാൻ കരുതി. പക്ഷേ ആ ഒരു പ്രതീക്ഷ അധികം നേരം നീണ്ടു നിന്നില്ല. ആ സ്ട്രീറ്റ് ലാമ്പുകൾ ഹൈവേയുടെ വശങ്ങളിലുള്ള ഗാർഡ് റെയിലിലും അതിൻ്റെ അപ്പുറത്തുള്ള കാടുകളും പോലെ ഒരു അവസാനമില്ലാതെ നീണ്ടു കിടക്കുന്നു. ഇവയല്ലാതെ അവിടെ മറ്റൊന്നുമില്ല. രാത്രി ഇത്രയും വൈകിയെങ്കിലും ഞാൻ പോകുന്ന വഴിയിൽ മറ്റൊരു വാഹനം ഇതുവരെ കണ്ടിട്ടില്ല. ഈ നശിച്ച ഹൈവേ കയറിയതിന് ശേഷം ഒരൊറ്റ വണ്ടി പോലും എൻ്റെ കണ്ണിൽ പെട്ടിട്ടില്ല. കുറേ മരങ്ങളും നീണ്ടു കിടക്കുന്ന ഗാർഡ് റെയിലും പിന്നെ ഇപ്പോൾ ഈ കോപ്പിലെ സ്ട്രീറ്റ് ലാമ്പും. എൻ്റെ ദേഷ്യവും ഭയവും ഒരുപോലെ കൂടാൻ തുടങ്ങി. എനിക്കിപ്പോഴും വയറ്റിൽ അസ്വസ്ഥതയുണ്ട്. അതിൻ്റെ കൂടെ ഇപ്പം നെഞ്ചിൽ എന്തോ ഭാരം പോലെ. ഞാൻ നന്നായി വിയർക്കുന്നുണ്ട്. പക്ഷേ വിൻഡോ ഗ്ലാസ് തുറന്നാൽ പുറത്തുനിന്ന് അടിക്കുന്ന കാറ്റിൽ എൻ്റെ മുടി പറന്ന് മുഖത്തേക്കടിക്കും. അതെനിക്ക് ദേഷ്യം വീണ്ടും വീണ്ടും കൂട്ടുമെന്നല്ലാതെ യാതൊരു പ്രയോജനവുമില്ല. പെട്ടെന്ന് വണ്ടിയിലെ റേഡിയോ കാതടപ്പിക്കും വിധം ഒരു സ്റ്റാറ്റിക് ശബ്ദത്തോടെ ഓണായി. റേഡിയോയുടെ കരകരപ്പ് വണ്ടി മുഴുവൻ നിറഞ്ഞു. ഞാനത് ആദ്യം ഓഫാക്കാൻ ശ്രമിച്ചു. പിന്നെ മറ്റൊരു സ്റ്റേഷനിലേക്ക് ട്യൂൺ ചെയ്യാനും ശ്രമിച്ചു. പക്ഷേ ആ റേഡിയോ സ്റ്റക്കായിരുന്നു. എനിക്ക് നല്ല ദേഷ്യം കയറി വന്നു. ആ ദേഷ്യത്തിൽ ഈ സാധനം എങ്ങനെയെങ്കിലും ഒന്ന് ഓഫാവട്ടെ എന്ന ചിന്തയിൽ ഞാൻ ആ റേഡിയോയിൽ ഇട്ടിടിച്ചു. ഞാനെൻ്റെ മുഖമൊക്കെ ഒന്ന് തുടച്ച് ഒന്ന് ശാന്തമാവാൻ നോക്കി. പക്ഷേ റോഡിലേക്ക് നോക്കി ഞാൻ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചു. അവസാനമില്ലാതെ നീണ്ടു കിടക്കുന്ന സ്ട്രീറ്റ് ലാമ്പ് മെല്ലെ മെല്ലെ അണയാൻ തുടങ്ങുന്നു. ആ ലൈറ്റിൻ്റെ വെളിച്ചം കുറഞ്ഞു വരുന്തോറും റേഡിയോയുടെ ശബ്ദവും കുറഞ്ഞു വരുന്നു. ശേഷം അവിടെ ആകെ ഇരുട്ട് മാത്രം ആയിരുന്നു. എൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചവും ട്രക്കിൻ്റെ ബൂളലും മാത്രം. ഈ ഒരു കാര്യം എന്നെ ശരിക്കും ഭയപ്പെടുത്തി. ഇതൊക്കെ സാധ്യമാണോ എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചം, ട്രക്കിൻ്റെ ശബ്ദം, മരങ്ങൾ, ഗാർഡ് റെയിൽ, പിന്നെ ഇപ്പോൾ അണഞ്ഞുപോയ സ്ട്രീറ്റ് ലാമ്പ്. ഇത് ഇങ്ങനെ അല്പനേരം തുടർന്നു. ഇഷ്ടമില്ലാഞ്ഞിട്ടും ഈ സാഹചര്യത്തെ ഞാൻ ഉൾക്കൊള്ളാൻ തുടങ്ങി. പെട്ടെന്ന് നിന്നുപോയ റേഡിയോയിൽ നിന്നും അതേ സ്റ്റാറ്റിക് ശബ്ദം ഫുൾ സൗണ്ടിൽ കേൾക്കാൻ തുടങ്ങി. അതോടൊപ്പം അണഞ്ഞുപോയ സ്ട്രീറ്റ് ലാമ്പും ചുവപ്പ് നിറത്തിൽ കത്താൻ തുടങ്ങി. എനിക്ക് നല്ല ക്ഷീണമുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയേറെ ഭയന്നിട്ടില്ല. ഈ ഒരു കുരുക്കിൽ നിന്നും എന്തെങ്കിലും ചെയ്ത് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ മതിയാവുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ഒന്ന് ചിന്തിച്ചു. വണ്ടിയിൽ നിന്നും ഇറങ്ങി കാട്ടിലൂടെ ഓടിയാലോ എന്ന് ഞാൻ ആലോചിച്ചു. പക്ഷേ അപ്പോൾ ആ ഒരു ഐഡിയ ഞാൻ എൻ്റെ ചിന്തയിൽ നിന്നും ഒഴിവാക്കി. കാരണം അത് വലിയ മണ്ടത്തരമാണ്. കാട്ടിലിറങ്ങി ഓടുന്നത് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയേക്കാൾ 10 ഇരട്ടി മോശമായിരിക്കും. അല്ലെങ്കിൽ എന്നെ എങ്ങും കൊണ്ടെത്തിക്കാത്ത ഈ ഹൈവേയിൽ നിന്നും വണ്ടി തിരിച്ച് അവളുടെ അച്ഛൻ്റെ ക്യാബിനിലേക്ക് തന്നെ തിരിച്ചു പോകാം. കൂടിപ്പോയാൽ ഞാൻ തിരിച്ചു പോകുന്ന വഴി വണ്ടിയിലെ പെട്രോൾ തീർന്ന് ഞാൻ വഴിയിൽപ്പെട്ടു പോകും. പക്ഷേ എങ്ങോട്ടൊന്നില്ലാതെ മുന്നിലേക്ക് പോയി പെട്രോൾ തീർന്ന് പെട്ടുപോകുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് തിരിച്ചു പോകുന്നതാണ്. അങ്ങനെ വണ്ടി തിരിക്കാനായി ഞാൻ വണ്ടി മെല്ലെ സ്ലോ ആക്കി. പക്ഷെ വണ്ടി തിരിക്കാനായി തുടങ്ങിയ ഞാൻ എൻ്റെ പിന്നിലെ വെളിച്ചം കെട്ടുപോകുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഓരോന്നോരോന്നായി സെക്കൻഡ് വെച്ച് അടഞ്ഞു വരുന്നു. ആ ചുവന്ന വെളിച്ചത്തെ ഇല്ലാതാക്കുന്ന ഇരുട്ടിനെ കണ്ട് എന്നെ കടിച്ചു കീറാനായി പാഞ്ഞെടുക്കുന്ന ഒരു ഭീകര സ്വത്വത്തെ പോലെ എനിക്ക് തോന്നി. ഞാൻ വണ്ടിയുടെ ആക്സിലേറ്ററിൽ കയറി അമർത്തിച്ചവിട്ടി വണ്ടി നേരെ വിട്ടു. എനിക്കറിയാമായിരുന്നു ആ ഇരുട്ടെന്നെ പിടികൂടിയാൽ അതെൻ്റെ അവസാനമായിരിക്കുമെന്ന്. ഞാൻ മുന്നിലേക്ക് പോകുന്തോറും ആ ഇരുട്ടെന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു. അത് എന്നിൽ നിന്നും ഒരു 100 ലൈറ്റ് ദൂരെയായിരുന്നു. പക്ഷേ അത് അതിവേഗം എൻ്റെ അടുത്തേക്ക് എത്തുന്നുണ്ടായിരുന്നു. എൻ്റെ വണ്ടിയിലെ പെട്രോൾ ലോ ഫ്യൂവൽ വാർണിംഗ് കാണിക്കാൻ ആരംഭിച്ചു.
എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. എൻ്റെ ഉള്ളിലെ ഭയം ഓരോ നിമിഷവും കൂടി വന്നു. ഞാൻ മരിക്കാൻ പോകുന്നത് പോലെ എനിക്ക് തോന്നി. അപ്പോഴാണ് ഇത്രയും നേരം ചെയ്യാൻ മറന്നുപോയൊരു കാര്യം എനിക്ക് ഓർമ്മ വന്നത്. അതെ, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ കർത്താവേ, നീ എൻ്റെ അന്ത്യം ഇവിടെ വെച്ച് ആക്കരുതേ. എങ്ങനെയും ഈ നരകത്തിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തണമേ. നിറകണ്ണുകളോടെ ഞാൻ ആമേൻ പറയാൻ തുടങ്ങിയപ്പോൾ എൻ്റെ മുന്നിലുള്ള ചുവന്ന വെളിച്ചം മിന്നി അണയാൻ തുടങ്ങി. ലൈറ്റുകൾക്കൊപ്പം റേഡിയോ ഓണാവാനും ഓഫാവാനും തുടങ്ങി. അതെന്നെ ഭയത്തിൻ്റെ കൊടുമുടിയിൽ എത്തിച്ചു. ഞാൻ ഭയം കൊണ്ട് പൊട്ടിക്കരഞ്ഞു. എനിക്കറിയാമായിരുന്നു ഈ ഒരു നിമിഷത്തിൽ ഞാൻ മരിക്കാൻ പോവുകയാണ്. അപ്പോഴാണ് നീണ്ടുകിടക്കുന്ന സ്ട്രീറ്റ് ലാമ്പുകൾ കുറച്ച് മുന്നിലായി അവസാനിക്കാൻ പോകുന്നതായി ഞാൻ കണ്ടത്. അതിനപ്പുറത്ത് കൂരാക്കൂരിട്ട് നിറഞ്ഞിരിക്കുന്നു. എനിക്ക് മുന്നോട്ട് പോവുകയല്ലാതെ വേറൊരു വഴിയുമില്ലായിരുന്നു. ആ ലൈറ്റും ഗാർഡ് റെയിലും എന്നെ കൊണ്ടെത്തിച്ചത് മരങ്ങളാൽ ചുറ്റപ്പെട്ട മൺപാതയിലേക്കായിരുന്നു. അവസാനം ചുവന്ന വെളിച്ചം ഇരുട്ട് വിഴുങ്ങുന്നത് ഞാൻ കണ്ടു. എനിക്ക് എന്തോ പെട്ടെന്ന് മരിക്കാൻ പോവുകയാണ് എന്ന ആ ഒരു തോന്നൽ ഇപ്പോൾ ഇല്ല. റേഡിയോയിൽ നിന്നും ചെറിയ ശബ്ദത്തിൽ ഒരു മൂളൽ കേൾക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ പിന്നാലെ എന്നെ പിന്തുടർന്നു വന്നത് മരണമാണെന്ന് തോന്നിപ്പിക്കും വിധമുള്ള ഇരുട്ട് ഇപ്പോൾ എങ്ങോട്ടോ പോയി മറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാനൊന്ന് വണ്ടി സ്ലോ ചെയ്ത് മൺപാതയ്ക്കപ്പുറം എനിക്കറിയാവുന്ന ഏതെങ്കിലും സ്ഥലമായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ പെട്ടെന്ന് എൻ്റെ നെഞ്ചിലൊരു ഭാരം അനുഭവപ്പെടാൻ തുടങ്ങി. ഞാൻ മരിക്കാൻ പോകുന്നു എന്നൊരു തോന്നൽ വീണ്ടും വന്നതുപോലെ. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടിയുടെ വലത്തെ കണ്ണാടിയിലെ ആ ചുവന്ന വെട്ടം വീണ്ടും കണ്ടു. പിന്നെ ഞാൻ അത് മുന്നിൽ കണ്ടു. ശേഷം എൻ്റെ പിന്നിലും ഇടതുവശത്തും അത് എന്നെ ചുറ്റി മറഞ്ഞു. ആ വെളിച്ചം എത്രത്തോളം അടുത്താണ് പ്രത്യക്ഷമാവുന്നത് അതനുസരിച്ച് റേഡിയോയുടെ ശബ്ദവും കൂടി വന്നു. അതെന്നെ ഇപ്പം കളിപ്പിക്കുകയാണ്. എന്നെ ഇങ്ങനെയിട്ട് ഭയപ്പെടുത്തിക്കൊണ്ട് ആസ്വദിക്കുകയാണെന്ന് എനിക്ക് തോന്നി. ശേഷം റേഡിയോയിലെ ഒരു മൂളൽ മാറി. ഇപ്പോൾ ഒരു സ്ത്രീ വാർത്ത വായിക്കുന്ന പോലെ ഒരു ശബ്ദം മാറിക്കൊണ്ടിരുന്നു. അതിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു: 2 മരണം, ഹൈവേയിൽ 2 പേർ മരണപ്പെട്ടിരിക്കുന്നു. ഈ ഒരു കാര്യം ഒരേ ഇടത്തിൽ ഒരേ രീതിയിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരുന്നു. ഓരോ തവണ ഇത് കേൾക്കുമ്പോഴും എൻ്റെ നെഞ്ചിൽ ആരോ കത്തിക്കൊണ്ട് കുത്തുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. എൻ്റെ നിയന്ത്രണം വിട്ട് ഭയവും വേദനയും കൊണ്ട് ഞാൻ അലറിക്കരഞ്ഞു. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. എനിക്ക് ചുറ്റും ആ പ്രകാശം മിന്നി മറയുന്നത് കണ്ടു. പകരം ഇപ്പോൾ ഈ ഒരു സ്ഥലത്ത് തന്നെ ഉറച്ചു നിൽക്കുന്നു. ഞാൻ എത്ര വേഗത്തിൽ വണ്ടി ഓടിച്ചാലും എത്ര ദൂരത്തിൽ അത് മാറാതെ നിൽക്കുന്നു. 2 മരണം, ഹൈവേയിൽ 2 പേർ മരണപ്പെട്ട നിലയിൽ. റേഡിയോയിൽ നിന്നും വരുന്ന ഈ ശബ്ദത്തിൻ്റെ അളവ് ഓരോ തവണയും മെല്ലെ മെല്ലെ കൂടി വരാൻ തുടങ്ങി. ഇതിനോടകം ഞാൻ എൻ്റെ എല്ലാ പ്രതീക്ഷയും കൈവിട്ടിരുന്നു. വെറുതെ ആക്സിലേറ്റർ ചവിട്ടിക്കൊണ്ടേയിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് എൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ഞാനൊരു സൈൻ ബോർഡ് കണ്ടത്. അതിൽ എഴുതിയിരിക്കുന്നത് ഡെഡ് എൻഡ് എന്നായിരുന്നു. ഈ ഒരു നരകത്തിന് അവസാനമുണ്ടാകുമെന്ന് ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല. കാര്യങ്ങൾ വീണ്ടും വഷളാക്കാൻ എൻ്റെ വണ്ടിയിലെ പെട്രോൾ ഏത് നിമിഷവും തീരുമെന്ന വാണിംഗ് വന്നു. പെട്രോൾ തീരുമോ എന്ന ഭയത്താൽ എൻ്റെ ശ്രദ്ധ മുഴുവൻ പെട്രോൾ ഗേഗിലായിരുന്നു. എനിക്ക് ചുറ്റുമുണ്ടായിരുന്ന ആ ചുവന്ന വെളിച്ചം ഇപ്പോൾ ഇല്ലാണ്ടായി. അതൊരു വലിയ വെളിച്ചമായി എനിക്ക് പിന്നിൽ പ്രത്യക്ഷപ്പെട്ട് എൻ്റെ അടുത്തേക്ക് അടുക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. റേഡിയോയിൽ നിന്നുള്ള 2 മരണം, ഹൈവേയിൽ 2 പേർ മരണപ്പെട്ട നിലയിൽ എന്നുള്ള വാർത്ത ശബ്ദം കൂടിക്കൂടി അതെനിക്ക് മാത്രം കേൾക്കാൻ കഴിയുന്ന അവസ്ഥയിലായിരിക്കുന്നു. ഞാൻ ആ ഡെഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒന്നുകിൽ അതിലിടിച്ച് ഞാൻ മരിക്കും, അല്ലെങ്കിൽ ആ ചുവന്ന വെളിച്ചം എന്നെ പിടികൂടും. അങ്ങനെ ഞാൻ വണ്ടി തിരിച്ചുവിടാം എന്ന തീരുമാനമെടുത്തു. കാരണം ഞാൻ ഉടൻ മരിക്കാതിരിക്കാനുള്ള ഏക മാർഗം അതുമാത്രമായിരുന്നു. കുറഞ്ഞ പക്ഷം ഞാൻ അങ്ങനെയാണ് കരുതിയത്. എൻ്റെ മുന്നിലായി ഡെഡ് എൻഡ് ബോർഡ് കാണാമായിരുന്നു. ഞാൻ രണ്ടും കൽപ്പിച്ച് ബ്രേക്ക് ചവിട്ടി വണ്ടി തിരിച്ചു. ആ ചുവന്ന വെളിച്ചത്തെ ഞാൻ എൻ്റെ വിൻഡോയിലൂടെ തെളിഞ്ഞു കണ്ടു. എൻ്റെ കണ്ണുകൾ മുറുക്കെ അടച്ച് വണ്ടിയുടെ ഉള്ളിലേക്ക് കുനിഞ്ഞിരുന്നു. ഒരു വലിയ എന്തോ ഒരു സാധനം വന്ന് വണ്ടിയുടെ സൈഡിലായി ശക്തമായി ഇടിച്ചു. കണ്ണുകൾ അടച്ചിരുന്ന എനിക്ക് എന്തോ ഒരു സാധനം എൻ്റെ വണ്ടിയുടെ പുറത്ത് കയറുന്നതും വണ്ടിയിൽ നഖം കൊണ്ട് ഇട്ട് മാറുന്നതിൻ്റെ ശബ്ദം വ്യക്തമായി കേൾക്കാമായിരുന്നു. ഭയം കൊണ്ട് ഞാൻ എൻ്റെ മടിയിൽ ശ്രദ്ധിച്ചു. ഒപ്പം വണ്ടിയിൽ മൂത്രമൊഴിച്ചു. ഞാൻ അത്രയ്ക്ക് ഭയന്നിരുന്നു. എനിക്കാകെ ചെയ്യാൻ കഴിയുന്നത് സ്റ്റിയറിംഗിൽ മുറുക്കം പിടിച്ച് മിണ്ടാതെ കുനിഞ്ഞ് വണ്ടിയിലിരിക്കുക മാത്രമായിരുന്നു. 2 പേർ മരണപ്പെട്ട നിലയിലെന്ന് റേഡിയോയിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു. അതിനോടൊപ്പം ആ സത്വം എൻ്റെ വണ്ടിയുടെ മുകളിൽ നിന്നും ബോണറ്റിലേക്ക് ഇറങ്ങി വരുന്നത് എനിക്ക് അറിയാൻ സാധിച്ചു. കണ്ണുകൾ പോലും തുറക്കാതെ ഞാൻ പേടിച്ച് അലറിക്കരഞ്ഞു. ശേഷം അതെൻ്റെ വണ്ടിയുടെ ഗ്ലാസ്സിൽ തട്ടാൻ തുടങ്ങി. അത് റേഡിയോയിൽ പറയുന്ന വാർത്തയുടെ ഇടത്തിനോട് ചേർന്ന് എൻ്റെ വണ്ടിയുടെ ഗ്ലാസ്സിൽ തട്ടി. തട്ടുമ്പോൾ വണ്ടിയുടെ ഗ്ലാസ് പൊട്ടുന്ന ശബ്ദം എനിക്ക് കേൾക്കാൻ സാധിച്ചു. അതൊരു യുഗം പോലെ എനിക്ക് അനുഭവപ്പെട്ടു. വണ്ടിയിലെ പെട്രോൾ തീരുമോ അല്ലെങ്കിൽ വണ്ടി എവിടെയെങ്കിലും ചെന്ന് ഇടിച്ച് മരിക്കുമോ എന്നൊന്നും ഞാൻ ചിന്തിച്ചില്ല. പകരം ഞാൻ വണ്ടി നേരെ എങ്ങോട്ടൊന്നില്ലാതെ ചവിട്ടി വിട്ടു.
എന്ത് സംഭവിച്ചാലും എനിക്ക് ആ സത്വത്തെ തലയുയർത്തി നോക്കാൻ സാധിക്കില്ലായിരുന്നു. റേഡിയോയിലൂടെ ആ ശബ്ദവും ഒപ്പം ആ സത്വം ഗ്ലാസ്സിലിട്ട് തട്ടുന്ന ശബ്ദവും എൻ്റെ ജീവിതകാലം മുഴുവൻ വേട്ടയാടുമെന്ന് എനിക്ക് തോന്നി. ശേഷം ഏതോ ഒരു നിമിഷത്തിൽ അതെല്ലാം പെട്ടെന്നങ്ങ് നിന്നു. അല്പസമയത്തിന് ശേഷം ആ റേഡിയോയിൽ നിന്നുള്ള ശബ്ദവും ഒപ്പം ആ സത്വം ഗ്ലാസ്സിൽ തട്ടുന്ന ശബ്ദവും എല്ലാം നിന്നിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. അതൊക്കെ എപ്പോഴാണ് നിന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ണുകളടച്ച് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒരു ഐഡിയയുമില്ലാതെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കിങ്ങനെ തന്നെ പോയാൽ മതി എന്ന് തോന്നി. ഞാൻ പോകുന്ന വഴി എൻ്റെ വീട്ടിലേക്കുള്ളതാവണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോഴാണ് വണ്ടി എവിടെയെങ്കിലും ഇടിച്ച് മരിക്കുമെന്ന ചിന്ത എന്നിലേക്ക് വന്നത്. എൻ്റെ വണ്ടി ഇടിച്ചു തകർന്ന് അതിനുള്ളിൽ ഞാൻ മരണപ്പെട്ട് കിടന്ന ചിത്രങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വരാൻ തുടങ്ങി. എനിക്ക് ഇങ്ങനെ മരിക്കാൻ താല്പര്യമില്ലായിരുന്നു. അത് പോയി കാണും, ആ സത്വം അതെന്നെ വിട്ടു പോയിട്ടുണ്ടാവുമെന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ എല്ലാ ധൈര്യവും ശേഖരിച്ച് എൻ്റെ കണ്ണുകൾ തുറന്നു. കണ്ണു തുറന്നപ്പോൾ ഞാൻ കണ്ടത് മടിയിലുണ്ടായിരുന്ന ഛർദിലും മൂത്രവുമാണ്. പക്ഷേ എനിക്ക് പ്രതീക്ഷ നൽകിക്കൊണ്ട് എൻ്റെ വണ്ടിയുടെ ഉള്ളിൽ മുഴുവൻ പകൽ വെളിച്ചം പടർന്നിരിക്കുന്നു. എനിക്ക് മുന്നിൽ ഒരു ചുവന്ന വെളിച്ചമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭീകര സ്വത്വത്തെ കാണുമെന്ന് ഭയന്ന് ഞാൻ മുകളിലേക്ക് തലയുയർത്തി നോക്കി. അതെ, ഞാനിപ്പോൾ ഒരു ഹൈവേയിലാണ്. അതുമാത്രമല്ല, എനിക്ക് തിരിഞ്ഞു പോകേണ്ട എക്സിറ്റിൽ ഞാൻ എത്തിയിരിക്കുന്നു. ഞാൻ പെട്ടെന്ന് വണ്ടി തിരിച്ചു. എൻ്റെ കണ്ണുകളിൽ സന്തോഷത്തിൻ്റെ കണ്ണുനീർ വന്നു. ഞാൻ സുരക്ഷിതനായിരിക്കുന്നു. ഞാൻ തൊട്ടടുത്തുള്ള പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിച്ചു. എന്നിട്ട് എൻ്റെ മുത്തശ്ശൻ്റെ വീട്ടിലെത്തി. അവർ എന്നെ കണ്ടപ്പോൾ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. ഞാൻ അവരോട് നടന്നതെല്ലാം പറഞ്ഞു. എന്നെ ഞെട്ടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതിൽ പകുതിയും അവരെല്ലാവരും വിശ്വസിച്ചു. ശേഷം ഞാൻ അവളെ വിളിച്ച് അവൾ ഓക്കെ ആണോ എന്ന് അന്വേഷിച്ചു. അവൾക്ക് യാതൊരു കുഴപ്പവുമില്ലായിരുന്നു. ഞാൻ അവളോട് എനിക്കുണ്ടായതെല്ലാം പറഞ്ഞു. പക്ഷേ അവളും അവളുടെ കൂട്ടുകാരും എന്നെ വിശ്വസിച്ചില്ല. പക്ഷേ എനിക്കുണ്ടായ ഈ അനുഭവം ശരിക്കും നടന്നതാണ്. കാരണം അതിനുള്ള തെളിവുകൾ എൻ്റെ വണ്ടിയിൽ തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ വണ്ടിയിൽ എന്തോ വന്ന് പിടിച്ചതിൻ്റെ കേടുപാടുകൾ ഉണ്ടായിരുന്നു. വിൻഷീൽഡിൽ പൊട്ടലുണ്ടായിരുന്നു. എനിക്കറിയില്ല എന്നെ അന്ന് പിന്തുടർന്ന് വന്നത് എന്താണെന്ന്. പക്ഷേ ഞാനന്ന് അനുഭവിച്ച ഭയം ഒരിക്കലും ഞാൻ മറക്കില്ല. അതുപോലെ തന്നെ ആ റേഡിയോയിൽ പറഞ്ഞ ഹൈവേയിൽ നടന്ന 2 മരണം അതിലൂടെ എന്തായിരിക്കും എന്നോട് പറയാൻ ശ്രമിച്ചത്? ഒരുപക്ഷെ ആ റേഡിയോയിൽ പറഞ്ഞ അപകടം എനിക്ക് സംഭവിക്കാനിരുന്നതാണോ?